നമുക്ക് ലൈഫിൽ ഉണ്ടാവുന്ന എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നവരാണ് ഓരോ മനുഷ്യരും. ചിലപ്പോ വ്യക്തികളാവാം. കൂടുതൽ പേർക്കും എന്തെങ്കിലും വ്യക്തികളെ നഷ്ടപ്പെടുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ മൂവ് ഓൺ ചെയ്യണം, എനിക്ക് ഇതിൽ നിന്ന് പുറത്തു വരണം എന്നൊരാഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നുമല്ല, ജസ്റ്റ് വാക്ക് ചെയ്യുക. അതായത് രാത്രിയിൽ കുറച്ച് നേരത്തെ കിടന്നുറങ്ങുക, രാവിലെ കുറച്ച് നേരത്തെ എണീക്കാൻ ശ്രമിക്കുക. 5 മണിക്കും 4 മണിക്കും 3 മണിക്കും ഒന്നും എണീക്കണമെന്ന് പറയുന്നില്ല. മാക്സിമം ഒരു 6 മണിയാകുമ്പോഴെങ്കിലും എണീറ്റിട്ട് നിങ്ങൾക്ക് നടക്കാൻ പോകാൻ പറ്റിയാൽ, അതായത് വാക്ക് ചെയ്യാൻ പറ്റിയാൽ, അത് ചെറിയൊരു എന്താ പറയുക, ഒരു ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് ഒരു പാട്ടൊക്കെ കേട്ട്, പാട്ട് കേൾക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിനെ വീണ്ടും ബുദ്ധിമുട്ടുന്ന തരത്തിലുള്ള പാട്ടുകളല്ല, എന്തെങ്കിലും തരത്തിലുള്ള മെലഡീസോ അല്ലെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് നമ്പേഴ്സ് ആണെങ്കിലും കേൾക്കാം. ഓവറായിട്ടുള്ള ഫാസ്റ്റ് നമ്പേഴ്സ് അല്ല, എങ്കിലും നമുക്ക് ഓക്കെ എന്ന് തോന്നുന്ന തരത്തിലുള്ള എന്തെങ്കിലും പാട്ട് കേൾക്കണം മസ്റ്റായിട്ട്. നമ്മൾ രാവിലെ നടക്കാൻ പോകുന്ന സമയത്ത്, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മൾ കുറച്ച് ദിവസം നടക്കാൻ പോയി കഴിയുമ്പോൾ നമുക്കൊരു ബോറടി പോലൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. നമ്മളൊരു ഹെഡ്സെറ്റ് വെച്ച് പാട്ടൊക്കെ കേട്ട് നമ്മൾ നടക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷമൊക്കെ തോന്നും. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് രാവിലെ നമ്മൾ എണീക്കുന്ന ആ ഒരു മാനസികാവസ്ഥ, അല്ലെന്നുണ്ടെങ്കിൽ ആ എണീക്കുന്ന ഒരു മണിക്കൂറിനകത്തുള്ള ആ ഒരു മാനസികാവസ്ഥയായിരിക്കും അന്നത്തെ ഒരു ദിവസം മൊത്തം നമുക്ക് എങ്ങനെയായിരിക്കുമെന്ന് പറയാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ കഴിയുന്നതും ഈ 8 മണിക്കും 10 മണിക്കും ഒക്കെയാണോ എണീക്കുന്നവരെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് രാവിലെ നേരത്തെ എണീറ്റ് ശീലിക്കുക. നമുക്ക് മടി തോന്നും, ബുദ്ധിമുട്ട് തോന്നും, പക്ഷെ നമ്മുടെ മനസ്സിലെ പ്രയാസങ്ങളെ ഏറ്റവും കൂടുതൽ ഇല്ലാതാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മെത്തേഡാണ്. ഇപ്പൊ രാവിലെ നിങ്ങൾക്ക് നേരത്തെ എണീക്കാൻ സാധിച്ച് നിങ്ങൾ നടക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം മണ്ണിൽ നടക്കുക എന്ന് പറയും. അതായത് നമ്മൾ എപ്പോഴും ചെരുപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നടക്കുന്നത്. നമ്മൾ ചെരുപ്പില്ലാതെ മണ്ണിലൂടെ, ഇപ്പൊ നമ്മള് ടാർ ചെയ്ത റോഡിലൂടെ ആയിരിക്കും നമുക്ക് നടക്കാൻ പറ്റുന്നത്. സാരമില്ല, എന്നിരുന്നാൽ പോലും ഒരു അരമണിക്കൂർ നിങ്ങൾ ചെരുപ്പ് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് നടക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പോസിറ്റീവ് എനർജി ഉള്ളതുപോലെ ഫീൽ ചെയ്യും. നമ്മളത് ഫീൽ ചെയ്യും കൂടെ വേണം. നമ്മൾ വെറുതെ നടക്കാൻ പോകുന്നു അങ്ങനെയല്ല. നമ്മൾ ആ നടക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം എന്നൊരാഗ്രഹത്തിന്റെ പുറത്താണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ ആ പോകുന്ന വഴികളും കാര്യങ്ങളും ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, അതിലൊരു സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ നിങ്ങൾക്കൊരു 1 വീക്ക് രാവിലെ നേരത്തെ എണീറ്റ് നിങ്ങൾക്ക് നടക്കാൻ പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് അപ്പൊ തോന്നുന്നൊരു ഫീലുണ്ട്. അന്നത്തെ ദിവസം ഫുള്ള് ചിലപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം, ഒരു സിറ്റുവേഷനാണ്. ഒരു ചെറിയൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. കഴിവതും രാത്രിയിൽ നേരത്തെ കിടന്നുറങ്ങുക, രാവിലെ നേരത്തെ എണീക്കുക, ജസ്റ്റ് വാക്ക് ചെയ്യുക, ജസ്റ്റ് നടക്കാൻ പോവുക, ചെറിയ പാട്ടൊക്കെ കേട്ട്. ഇനിയിപ്പോൾ മഴയാണെങ്കിൽ പോലും നിങ്ങൾ നടക്കാൻ പോകണം. മഴയത്തല്ല, കുട പിടിച്ച് നിങ്ങൾക്ക് നടക്കാൻ പോകാൻ പറ്റും. നിങ്ങളത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള മാറ്റം കിട്ടും. നടന്നിട്ട് വന്നിട്ട് വീണ്ടും കിടന്ന് ഉറങ്ങരുത്, അതൊരു റിക്വസ്റ്റ് ആണ്. നമ്മൾ ഉറങ്ങിക്കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ എനർജി ഭയങ്കരമായിട്ട് വീക്കാവും. നമ്മളൊരു കാരണവശാലും വീണ്ടും കിടന്നുറങ്ങരുത്. രാത്രിയിൽ നേരത്തെ കിടന്നുറങ്ങുക, രാവിലെ നേരത്തെ എണീക്കുക.